ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ ഒരു ഹൗസ് വയറിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇലക്ട്രീഷ്യൻ ആകാം, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇലക്ട്രിക്കൽ വർക്ക് എപ്പോഴും ഒരു വിഷമം പിടിച്ച സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും ക്ഷമയോടും ശ്രദ്ധയോടും കൂടെ കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇനി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു ഡ്രോയിങ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വയറിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ താൽക്കാലികമായി വരച്ചുണ്ടാക്കിയ ഒരു ഡ്രോയിങ് ആണ്. ഈ ഡ്രോയിങ്ങിൽ ഈ കാണുന്നത് ഒരു സിറ്റ് ഔട്ടാണ്. ഇതൊരു ഹാള്, 3 ബെഡ്റൂം, ഇതൊരു കിച്ചൺ. ആദ്യമായി നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തീരുമാനിക്കേണ്ട കാര്യം നമുക്ക് എന്തൊക്കെ വേണം, അതായത് എത്ര ലൈറ്റ് വേണം, എത്ര പ്ലഗ് വേണം, പിന്നെ അതുപോലെ അത് എവിടേക്കാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കണം. ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ബെഡ്റൂമിലും 3 ലൈറ്റ് വീതമാണ്. 1 2 3. ഇതുപോലെ ഈ എല്ലെന്ന് കാണിച്ചതാണ് ലൈറ്റ്. പിന്നെ അതുപോലെ ഈ സീലിംഗ് കാണിച്ചാണ് ഫാൻ. ഈ ചിഹ്നമാണ് ഫാൻ. പിന്നെ ഈ റൂമിൽ AC കാണിച്ചിട്ടുണ്ട്, ഒരു ACൻ്റെ കണക്ഷൻ. പ്ലഗ് ഒക്കെ സ്വിച്ച് ബോർഡിലാണ്. പിന്നെ ഇവിടെ കിച്ചണിൽ 2 പ്ലഗ് എക്സ്ട്രാ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് DB എവിടെ വെക്കേണ്ടത്. ഞാൻ DB ഇവിടെയാണ് കാണിച്ചത്. അതുപോലെ മീറ്റർ ബോർഡ് എപ്പോഴും നമുക്ക് KCBയുടെ പോസ്റ്റിൽ നിന്നും ലൈൻ എളുപ്പത്തിൽ വലിക്കാൻ പറ്റിയ സ്ഥലത്ത് വേണം മീറ്റർ ബോർഡ് വെക്കാൻ. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി ക്രോസിംഗ് ഒന്നും വരരുത്. നേരിട്ട് നമ്മളെ വീട്ടിലേക്ക് വലിക്കാൻ സാഹചര്യമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. ഞാനിതൊരു വഴിയാണെങ്കിൽ, ഇത് പോസ്റ്റ് ആണെങ്കിൽ അത് എളുപ്പത്തിന് വലിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ മീറ്റർ ബോർഡ് കാണിച്ചത്. DB ഇവിടെ. ഇനി മീറ്റർ ബോർഡിൻ്റെ ഒക്കെ ഹൈറ്റ് ഉണ്ട്. മീറ്റർ ബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ 5 അടി ഹൈറ്റിലാണ് മീറ്റർ ബോർഡ് ഫിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ DBൻ്റെ ടോപ്പ് ഹൈറ്റ് എപ്പോഴും 1.90 അല്ലെങ്കിൽ 2 മീറ്റർ. DB പല വിധത്തിലുണ്ടാവും. ഹൊറിസോണ്ടലായിട്ടുള്ളതും വെർട്ടിക്കലായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ടോപ്പ് ഹൈറ്റാണ് DBയുടെ ഹൈറ്റ് നോക്കുക. പിന്നെ വരുന്നത് സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് സാധാരണഗതിയിൽ 130 സെൻറ്റിമീറ്റർ ആണ്. ടൈൽസ് ഒട്ടിച്ചതിന് ശേഷം ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ എന്നുള്ള ഹൈറ്റാണ് 130 സെൻറ്റിമീറ്റർ. ഇനി എങ്ങനെയാണ് പൈപ്പ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. KCBയുടെ കണക്ഷൻ ഫസ്റ്റ് വരുന്നത് മീറ്റർ ബോർഡിലേക്കാണ്. മീറ്റർ ബോർഡിൽ നിന്നാണ് DBയിലേക്കാണ് അടുത്ത കണക്ഷൻ പോകേണ്ടത്. അതുകൊണ്ട് മീറ്റർ ബോർഡിൽ നിന്നും DBയിലേക്ക് ഒരു പൈപ്പ് അടിക്കണം. നമ്മൾ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ ഒരു 20 mm പൈപ്പ് മാത്രം മതി. 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ 25 mm ഒരു പൈപ്പോ അല്ലെങ്കിൽ 2 20 mm പൈപ്പോ വേണം. ഇങ്ങനെ DBയിലേക്ക് ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ഓരോ DBയിൽ നിന്നും ഓരോ സ്വിച്ച് ബോർഡിലേക്കും ഓരോ പൈപ്പ് അടിക്കണം. ഇത് ഈ റൂമിലേക്കൊരു പൈപ്പ്, അതുപോലെ തന്നെ അടുത്ത റൂമിലേക്ക്, പിന്നെ ഒന്ന് ഹാളിലേക്ക്, പിന്നെ ഒരു പൈപ്പ് ഈ റൂമിലേക്ക്. കിച്ചണിലേക്ക് സാധാരണ ഒരു പൈപ്പ് മതിയാവില്ല. കാരണം കൂടുതലായിട്ടും പവർ പ്ലഗ്, മോട്ടർ കണക്ഷന് ഒക്കെ വരുന്നത് കൊണ്ട് കിച്ചണിലേക്ക് 2 പൈപ്പ് സെറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ സ്വിച്ച് ബോർഡിലേക്കും പൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഓരോ റൂമിൽ പിന്നെ ഈ സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഓരോ ലൈറ്റിലേക്കുമുള്ള കണക്ഷൻ പോകുന്നത്. ഈ സ്വിച്ച് ബോർഡിൽ നിന്നും ഈ ലൈറ്റിലേക്കൊരു കണക്ഷൻ വരണം. അതുപോലെ തന്നെ ഈ ലൈറ്റിൽ നിന്നും ഫാനിലേക്കൊരു കണക്ഷൻ വരണം. പിന്നെ ഇവിടെ പുറത്തൊരു ലൈറ്റ് കാണിച്ചിട്ടുണ്ട്, പുറത്തേക്കും വരണം. ഇതെല്ലാം ഒരു പൈപ്പ് മതി. ആ ഒരു പൈപ്പ് തന്നെ കോബോക്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്താൽ മതി. കോബോക്സ് വെച്ച് ലിങ്ക് ചെയ്താലുള്ള ഗുണം പിന്നീട് നമുക്ക് എന്തെങ്കിലും വയറ് വലിക്കേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ കോബോക്സ് തുറക്കാൻ പറ്റും.
ജംഗ്ഷൻ ബോക്സ് വെക്കുകയാണെങ്കിൽ ആ ജംഗ്ഷൻ ബോക്സ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ തേക്കുമ്പോൾ അതിൻ്റെ അകത്ത് പോയി പോവും, പിന്നീട് അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും കോ ബോക്സ് വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡിൽ നിന്നും ഈ ലൈറ്റിലേക്ക് ഇവിടെ ഒരു ബോക്സ് വെച്ചാൽ മതി. ഇവിടുന്ന് ഇതിലേക്ക് ഈ ബോക്സിൽ നിന്നും ഇതിലേക്ക് ആ സമയത്ത് തന്നെ പുറത്തേക്കുള്ള ലൈറ്റിൻ്റെ കണക്ഷൻ ഇട്ട് വെക്കണം. പിന്നെ ഫാനിലേക്കൊരു കണക്ഷൻ. ഫാൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ പൈപ്പ് ഇട്ട് വെക്കണം. പൈപ്പ് 1-2 ഭാഗത്തേക്ക് ഇറക്കി വെക്കാം. കാരണം ഏതൊരു ഭാഗം കോൺക്രീറ്റ് വന്ന് അടഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2 ഭാഗത്തേക്ക് ഇട്ട് പൈപ്പ് ഇറക്കി വെക്കാം. കോൺക്രീറ്റിന് പൈപ്പ് ഇടുമ്പോൾ എപ്പോഴും ഡോറിൻ്റെ ഭാഗത്തേക്ക് ഇടുന്നതാണ് നല്ലത്. കാരണം ഡോറിൻ്റെ സൈഡിലായിരിക്കും സ്വിച്ച് ബോർഡ് വെക്കാം. ചില സ്ഥലത്ത് 2-way സ്വിച്ച് ഉണ്ടാവും, അതായത് ബെഡ് സ്വിച്ച്. ബെഡ് കൺട്രോളിങ് വരുമ്പോൾ ഒരു സ്വിച്ച് കൂടെ എക്സ്ട്രാ വെക്കണം. ഇവിടെയാണ് ബെഡ് സ്വിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ബെഡ് സ്വിച്ചിലേക്കും ഈ സ്വിച്ച് ബോർഡിൽ നിന്നും ഒരു കണക്ഷൻ പോകണം. ഈ റൂമിൽ വരുന്നത് 1, 2, 3 ലൈറ്റാണ്. പൈപ്പ് 3 ലൈറ്റിലേക്കും ഇതുപോലെ സെറ്റ് ചെയ്യുക. പിന്നെ ബാത്റൂമുണ്ട്. ഇതൊരു ബാത്റൂമാണ് കാണിച്ചത്. ഇത് ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡാണ് ഈ SB മാർക്ക് ചെയ്തത്. ആ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് ഈ പൈപ്പ് ഇറക്കുക. ഇതിൽ നിന്ന് തന്നെ ഈ ലൈറ്റിലേക്ക്. ഇതിലൊരു ഹീറ്റർ പോയിൻ്റ് കാണിച്ചിട്ടുണ്ട്. ഹീറ്റർ പോയിൻറ്റിലേക്കും ഒരു പൈപ്പ് അടിക്കുക. ഈ ഹീറ്റർ 2-way കണക്ഷൻ ആക്കി കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ സ്വിച്ച് ബോർഡും തമ്മിൽ പൈപ്പ് കൊണ്ട് ലിങ്ക് ചെയ്ത് വെക്കണം. എന്നാലേ വയർ വലിക്കാൻ പറ്റുള്ളൂ. ഈ റൂമും അതുപോലെ തന്നെ പൈപ്പ് സെറ്റാക്കുക. ഇത് പുറത്ത് കാണിച്ചത് ഒരു ബെൽ സ്വിച്ചാണ്. ഈ ബെല്ലിൻ്റെ കണക്ഷന് 2-way കണക്ഷൻ ഉണ്ടാവും അതിൻ്റെ കൂടെ. അതായത് പുറത്തെ ലൈറ്റ് ഒന്ന് അകത്തുനിന്നും പുറത്തുനിന്നും കൺട്രോൾ ചെയ്യാനുള്ളതാണ് 2-way സ്വിച്ച്. ഈ 2-way സ്വിച്ചിൻ്റെ ഒരു സ്വിച്ച് ഇതിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സ്വിച്ച് ബോർഡും ആ സ്വിച്ച് ബോർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം. പിന്നെ എവിടെയാണോ ബെല്ല് വെക്കുന്നത് അത് DBൻ്റെ മുകളിലോ കിച്ചൻ്റെ അടുത്ത ഭാഗത്തായിട്ടാണ് ബെല്ല് വെക്കുന്നത് നല്ലത്. എന്നാലുള്ളത് എല്ലാ ഭാഗത്തേക്കും സൗണ്ട് കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയാണ് ബെല്ല് വെക്കാൻ കാണിച്ചത്. പിന്നീട് വരുന്ന ഇവിടെ ഒരു ഇൻവെർട്ടർ കണക്ഷൻ ഉണ്ട്. ഇൻവെർട്ടർ DBൻ്റെ അടിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇൻവെർട്ടറിലേക്ക് ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ബെൽ സ്വിച്ചിൽ നിന്നാണ് പുറത്തേക്കുള്ള ലൈറ്റിനൊക്കെ, അതായത് ഗാർഡൻ ലൈറ്റ്, ഗേറ്റ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ തന്നെ ഇടാം. കിച്ചണിലാണ് സാധാരണഗതിയിൽ മോട്ടറിൻ്റെ സ്വിച്ച് വെക്കാറുള്ളത്. അതുകൊണ്ട് കിച്ചണിൽ തന്നെ പുറത്തേക്കൊരു മോട്ടർ കണക്ഷന് വേണ്ടിയിട്ട് ഒരു പൈപ്പും പുറത്തേക്ക് അടിച്ച് വെക്കണം. നമ്മൾ കിണറിലേക്കുള്ളൊരു കണക്ഷൻ ഇതുപോലെ താഴത്തു കൂടി കൊണ്ടുവരണം. ഈ പുറമത്തെ ലൈറ്റ് ഹോളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹോളിലെ സ്വിച്ച് ബോർഡിലേക്കാണ് ഈ പുറമത്തെ ലൈറ്റിൻ്റെ കണക്ഷൻ വേണ്ടത്. അതുകൊണ്ട് ഈ പൈപ്പ് ഇതുപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡിലേക്കും ലിങ്ക് വേണം. ഹോളിൽ സീലിങ്ങിൽ 2 ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം ഇട്ട കോൺക്രീറ്റ് പൈപ്പ് വഴിയാണ് ഈ വയറൊക്കെ ലിങ്ക് ചെയ്തത്. ഒരു 20 mm കോൺക്രീറ്റ് പൈപ്പിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം വയർ എന്ന് പറയുന്നത് 8 വയറാണ്. 1 square mm 8 വയർ. 1 square mm 8 വയറാണ് 20 mm പൈപ്പ് കൂടെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വയർ എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ DBയിൽ നിന്ന് റൂമിലേക്ക് പോകുന്നത് ഒരു സർക്യൂട്ടായിരിക്കും. പിന്നെ AC ഉണ്ടെങ്കിൽ ACൻ്റെ വയറുണ്ടാവും. ഒരു സർക്യൂട്ടിൽ 2 വയറും ഒരു എർത്തുമാണ് ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു പൈപ്പ് മതി. പിന്നെ ഈ 2-way കണക്ഷനൊക്കെ വരുമ്പോൾ പിന്നെ സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിലെ പൈപ്പ് അടിക്കുന്ന ജോലി തീരും. ഇനി ഇതിൽ മെറ്റൽ ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. മെറ്റൽ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എത്ര ലൈറ്റ് ഉണ്ടോ നോക്കണം. 1, 2, 3 ലൈറ്റ്, ഒരു ഫാന്. അപ്പോൾ 4 സ്വിച്ചായി. ഫാൻ്റെ ഒരു റെഗുലേറ്ററിന് 2 സ്വിച്ചിൻ്റെ വീതിയാണ്. അപ്പോൾ 4, 2, 6. പിന്നെ ഈ സ്വിച്ച് ബോർഡിൽ നമ്മളൊരു പ്ലഗ് എക്സ്ട്രാ കണ്ടിട്ടുണ്ട്. ഒരു പ്ലഗ് വേണം.
അപ്പോൾ 6 പ്ലഗിൻ്റെ ഒരു സ്വിച്ച്, 7 പ്ലഗിന് 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ 9 ആണ് ഇതിൽ വരുന്ന സ്വിച്ചിൻ്റെ അളവ്. 9MDയിൽ മെറ്റൽ ബോക്സ് അവൈലബിൾ അല്ല. മെറ്റൽ ബോക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കാര്യത്തിലാണ്. മെറ്റൽ ബോക്സ് 2MD, 3MD, 4MD, 6MD, 8, 12, 16, 24. അതിൽ 8, 12 വരെയാണ് സാധാരണ വീടിന് ഉപയോഗിക്കാറുള്ളത്. 12 ഇപ്പോൾ കുറവാണ് ഉപയോഗിക്കുന്നത്. കാരണം 12 കുത്തനെ വരുന്ന ബോർഡായതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 8 വരെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 12 പകരം ഒരു 8ഉം 4ഉം വെക്കാം, അല്ലെങ്കിൽ 2, 6 വെക്കാം. പ്ലേറ്റ് അതുപോലെ തന്നെ 1MD പ്ലേറ്റ് ഉണ്ടാകും. പിന്നെ 2, 3, 4, 6, 8. ചില കമ്പനിയിൽ 9MD പ്ലേറ്റ് ഇറങ്ങുന്നുണ്ട്. എല്ലാ കമ്പനിയിലും ഇല്ല, ചില ബ്രാൻഡിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പിന്നെ 12, 16, 24 ഇങ്ങനെയാണ് മെറ്റൽ ബോർഡിൻ്റെ അളവുള്ളത്. അപ്പോൾ ഈ റൂമിൽ വരുന്നത് 9 ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു 6ഉം 3ഉം ആയിട്ട് മെറ്റൽ ബോർഡ് വെക്കാം. ഈ മെറ്റൽ ബോർഡിൻ്റെ അടിഭാഗത്തേക്കുള്ളതായിട്ട് മെറ്റൽ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇടേണ്ട അടിഭാഗത്തേക്കുള്ള അളവ് പറഞ്ഞാൽ 130 സെൻറ്റിമീറ്ററാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്ലഗാണ്. ഇത് കിച്ചൺ റാക്കാണ്. ഈ റാക്കിൽ കാണിച്ച 2 പ്ലഗാണ്, പവർ പ്ലഗിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3MD മെറ്റൽ ബോക്സ് മതി. ഇവിടെ ഒരു 3MD. കിച്ചണിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മോട്ടറിനുള്ള സ്വിച്ച് കാണണം. മോട്ടറിനുള്ള സ്വിച്ച് സാധാരണ വെക്കൽ 32 ആംപിയറിൻ്റെ DP സ്വിച്ചാണ്. DP സ്വിച്ചാണ് മോട്ടറിന് വെക്കുന്നത് നല്ലത്. അപ്പോൾ DP സ്വിച്ചിന് 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പ് വേണം. പിന്നെ വരുന്നത് ഒരു ലൈറ്റ്, ഒരു ഫാന്, പുറത്തേക്ക് ഒരു ലൈറ്റ്. അപ്പോൾ 1, 2, 2, 3, 5, 5, 2, 7, പിന്നെ ഒരു പ്ലഗും. അങ്ങനെ 10 ഇവിടെ വരുന്നത്. ഞാനിവിടെ വെക്കുന്നത് ഒരു 6ഉം 4ഉം, 6ൻ്റെയും 4ൻ്റെയും മെറ്റൽ ബോക്സാണ് വെക്കുന്നത്. ഈ റൂമിൽ ആണ് 2-വേ കാണിച്ചത്, ഹീറ്ററിൻ്റെ 2-വേ കണക്ഷന്. ഹീറ്ററിൻ്റെ 2-വേ കണക്ഷൻ വെക്കുമ്പോൾ ബാത്റൂമിൽ ഒരു ലൈറ്റിൻ്റെ കണക്ഷൻ ഉണ്ട്, ഒരു കണക്ഷൻ. ഹീറ്ററിൻ്റെ 2-വേക്ക് ഒരു ഹീറ്റർ സ്വിച്ച്, ഹീറ്ററിൻ്റെ 2-വേ സ്വിച്ച് വീതി കുറഞ്ഞ സ്വിച്ചാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഇൻഡിക്കേറ്റർ വെക്കണം. കാരണം ഹീറ്റർ ഏത് ഭാഗത്താണോ ഓൺ ആയതെന്ന് അറിയണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച് വേണം. അപ്പോൾ 3. ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ അതിന് കണക്ഷൻ 4. അപ്പോൾ 4MD മെറ്റൽ ബോക്സാണ് ഇവിടെ വെക്കേണ്ടത്. പിന്നെ പുറത്ത് വരുന്നത് ഒരു 2-വേ സ്വിച്ചും ബെൽ സ്വിച്ചുമാണ്. അതിൽ 2MD വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ 4MD വെക്കാം. 4MD വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. വീതിയുള്ള 2 സ്വിച്ച് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ പൈപ്പ് അടിക്കലും മെറ്റൽ ബോക്സ് വെക്കലും പണി തീരും. ഇനി തേച്ചതിന് ശേഷമാണ് വയർ വലിക്കുക. ചിലവർ പൈപ്പ് ഇടുമ്പം തന്നെ വയർ വലിക്കും. അതിനേക്കാൾ നല്ലത് തേച്ചിട്ട് വയർ വലിക്കുന്നതാണ്. കാരണം തേൽക്കുന്ന സമയത്ത് പൈപ്പിൽ സിമെൻ്റ് ആവാനും അതുപോലെ മെറ്റൽ ബോക്സിലുള്ള എക്സസ്സായി വരുന്ന പൈപ്പ് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. തേച്ച് കഴിഞ്ഞാൽ പൈപ്പൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം വയർ വലിക്കാൻ. ഇനി എങ്ങനെയാണ് വയർ വലിക്കുന്നത് നോക്കാം. ഒരു സിംഗിൾ ഫേസ് കണക്ഷന് 2 വയറാണ് മീറ്റർ ബോർഡിൽ നിന്നും DBയിലേക്ക് വരുന്നത്. ഒരു റെഡ് വയറും പിന്നെ ഒരു ബ്ലാക്ക് വയറും. 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ 4 വയർ വേണം. ഒരു ബ്ലാക്ക്, ഒരു റെഡ്, ഒരു ബ്ലൂ, ഒരു യെല്ലോ. അങ്ങനെ പിന്നെ ഇതിന് കൂടെ ഒരു എർത്ത് വേണം. എർത്ത് സാധാരണഗതിയിൽ 14 അല്ലെങ്കിൽ 16 കോപ്പർ ഇട്ടാൽ മതി. നിങ്ങൾ വയർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയർ ഉപയോഗിക്കാം. വയർ വലിക്കുമ്പോൾ കളർ കോഡ് അനുസരിച്ച് വയർ വലിക്കാൻ ശ്രദ്ധിക്കണം. ഫേസിന് നമ്മൾ ഉപയോഗിക്കുന്നത് റെഡാണ്. ഫേസിന് റെഡാണ് ഉപയോഗിക്കുന്നത്. ന്യൂട്രൽ ബ്ലാക്കാണ്.
എർത്തിന് ഗ്രീൻ വയറാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ മാറിപ്പോണ്ടിരിക്കാൻ ഇൻവെർട്ടറിന് യെല്ലോ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വരുന്ന ലൈറ്റ് വയർ, ഓരോ ലൈറ്റിലേക്ക് പോകുന്ന വയറിനൊക്കെ നിങ്ങൾ റെഡ്, യെല്ലോ, ബ്ലൂ അതിലേതൊരു കളർ ഉപയോഗിച്ചാൽ മതി. പിന്നെ ലൈറ്റിനൊക്കെ ഒരു വയർ വലിക്കുന്ന സമയത്ത് എപ്പോഴും മാർക്കിങ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യൽ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫേസിന് ഒരു മാർക്ക്, കളർ കോഡ് ഇല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നീട് വയർ മാറിപ്പോകാനും വയർ വലിച്ച് സ്വിച്ച് ബോർഡ് വെക്കുമ്പോൾ വയർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ന്യൂട്രന് 2 മാർക്ക്, ഫാനിന് 3 മാർക്ക്, ബെല്ലിന് 4 മാർക്ക്, 2 സ്വിച്ചിന് 5 മാർക്ക്. 2 2 വയർ ഇടണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 5 മാർക്കാണ് ചെയ്യാറുള്ളത്. മാസ്റ്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ 6 മാർക്ക്, ഇൻവെർട്ടറിന് 7 മാർക്ക്. പച്ച അല്ലാത്ത ഏതെങ്കിലും വയർ എർത്തിന് ഇടേണ്ടി വന്നാൽ ഞാൻ മാർക്ക് ചെയ്യാനുള്ളത് 10ൽ കൂടുതൽ വയറാണ് ഇട്ടേക്കാറുള്ളത്. ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വയർ വലിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വിച്ച് ബോർഡ് വെക്കുമ്പോഴത്തേക്കും സമയം കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കിംഗ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വയർ വലിക്കാനുള്ളത് ഓരോ സ്വിച്ച് ബോർഡിലേക്കാണ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പൈപ്പിലൂടെ ഈ റൂമിലേക്ക് ഒരു റെഡ് വയർ വേണം, ഒരു ബ്ലാക്ക് വേണം, ഒരു ഗ്രീന് എർത്തിന് വേണം, പിന്നെ ഒരു യെല്ലോ വയറാണ് ഉപയോഗിക്കുന്നത്. ഇൻവെർട്ടർ കണക്ഷന് വേണ്ടിയിട്ട് ഒരു യെല്ലോ വയറാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ റൂമിലേക്കും ഒരു റെഡ്, ഒരു ഗ്രീന്, ഒരു ബ്ലാക്ക്. ഈ പൈപ്പിലൂടെ എല്ലാ റൂമിലേക്കും അങ്ങനെയാണ് വയർ വലിക്കേണ്ടത്. ഈ റൂമിലാണ് നമ്മൾ AC കാണിച്ചത്. അതുകൊണ്ട് AC ഞാനിവിടെ വലിക്കുന്നത് 4² mm വയറാണ്. AC വലിക്കുന്നത് 4² mm വയറാണ്. ഹീറ്ററിന് വലിച്ചത് 2.5 വയറാണ്. ബെഡ്റൂമിലേക്കൊക്കെ വലിച്ച സർക്യൂട്ട് വലിച്ചത് 1.5² mm വയറാണ്. കിച്ചണിലുള്ള പാർ പ്ലഗ് അതുപോലെ റെഫ്രിജറേറ്ററിനുള്ള കണക്ഷനൊക്കെ 2.5 ആണ് വലിച്ചത്. പിന്നെ സാധാ ലൈറ്റ് പോയിൻറ്റ്, ഫാൻ പോയിൻറ്റിനെല്ലാം വലിച്ചത് 1² mm വയറാണ്. 6² mm വയറാണ് DBയിൽ നിന്നും മീറ്റർ ബോർഡിലേക്ക് വലിച്ചത്. ഈ റൂമിലാണ് നമ്മൾ 2-way കണക്ഷൻ കാണിച്ചത്. 2-wayക്ക് എങ്ങനെ വയർ വലിക്കേണ്ടത് നോക്കാം. 2-wayക്ക് ഈ സ്വിച്ച് ബോർഡിൽ നിന്നും ഒരു 2-wayക്ക് 2 വയർ വേണം ഈ സ്വിച്ച് ബോർഡിലെത്താൻ. ഈ 2 സ്വിച്ച് ബോർഡിലാണ് നമ്മൾ 2-way സ്വിച്ച് വെക്കുന്നത്. ഒരു 2-way സ്വിച്ചിനാണെങ്കിൽ 2 വയർ വേണം. അപ്പോൾ ഒരു ഫാനും ഒരു ലൈറ്റാണ് സാധാരണ 2-wayയിൽ കൊടുക്കുക. അതുകൊണ്ട് 4 വയർ ഈ സ്വിച്ച് ബോർഡിൽ നിന്നും ഇതിലേക്ക് പോകണം. പിന്നെ ഒരു ഈ ഫാനിൻ്റെ വയർ നമ്മൾ റെഗുലേറ്റർ കൊടുക്കുക ബെഡിൻ്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് ഈ ഫാനിൻ്റെ വയറും ഈ ബെഡ് സ്വിച്ചിലേക്ക് തന്നെ വലിക്കണം. പിന്നെ അതിലെ കൂടെയാണ് ഈ പുറത്തത്തെ ലൈറ്റ് പോകുന്നത്. പുറത്തത്തെ ലൈറ്റ് ഒരിക്കലും ബെഡ്റൂമിൽ വലിക്കരുത്. പുറത്തത്തെ ലൈറ്റ് ഹോളിലേക്ക് വലിക്കുന്നതാണ് നല്ലത്. ഇതുവഴി ഈ ഹോളിലേക്ക് തന്നെ വലിക്കുക. അതുപോലെ തന്നെ കിച്ചണിൻ്റെ പുറത്തുള്ള ലൈറ്റ് കിച്ചണിൽ വലിച്ചാൽ മതി. മോട്ടറിൻ്റെ ഔട്ട് ഇടാണ് മോട്ടറിലേക്ക് DBന്ന് വന്നത് 1.5 വയറാണ്. ചെറിയ 1/2 HP മോട്ടറാണ്. നമ്മൾ പവർ കൂടിയ മോട്ടറാണെങ്കിൽ അതിനനുസരിച്ച് വയർ മാറ്റണം. 1 HP മോട്ടറൊക്കെ ആണെങ്കിൽ 2.5 വയർ കൊടുക്കണം. ഞാനിവിടെ ഇട്ടത് 1/2 HP മോട്ടറിനുള്ളതാണ്. അതുകൊണ്ട് 1.5 വയറാണ് ഇതിലേക്ക് വലിച്ചത്. ഈ സ്വിച്ച് ബോർഡിലേക്കാണ് മോട്ടറിൻ്റെ വയർ ഒരു സർക്യൂട്ട് വന്നത്. പിന്നെ ഈ സ്വിച്ച് ബോർഡിലേക്കുള്ള ഒരു സർക്യൂട്ട് വലിക്കണം. അത് 2 സർക്യൂട്ട് ഈ സ്വിച്ച് ബോർഡിലേക്ക് വലിക്കണം. എന്നിട്ട് മോട്ടറിൻ്റെ ഔട്ട് അതുപോലെ തന്നെ ഒരു 3 വയർ പുറത്തേക്ക് പോകണം. ഒരു റെഡ്, ഒരു ഗ്രീന്, ഒരു ബ്ലാക്ക്. അതുപോലെ ഇവിടെ ഒരു 2-way കണക്ഷൻ നമ്മൾ കാണിച്ചിരിക്കുന്നത്.
ഈ 2 വേ കണക്ഷനും ഈ സ്വിച്ച് ബോർഡിലാണ് അതിൻ്റെ രണ്ടാമത്തെ 2 വേ വരുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നും 2 വയർ ഇതിലേക്ക് വരണം, ആ 2 വേ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സ്വിച്ച് ബോർഡിലേക്ക് ഒരു ബെല്ലിൻ്റെ വയറുണ്ടാവും. ബെല്ല് നമ്മൾ ഇവിടെയാണ് വെച്ചത്, അപ്പോൾ ബെല്ലിനൊരു വയർ. പിന്നെ ഇതിലേക്കൊരു കറണ്ട്, ഒരു ഫേസ് കൊടുക്കണം. ആ ഫേസ് വയർ ഈ സ്വിച്ച് ബോർഡിൽ തന്നെ കൊടുത്താൽ മതി. അത് ഇൻവേർട്ടറിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇൻവേർട്ടറിൽ കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ കറണ്ട് ഇല്ലാത്ത സമയത്തും ബെല്ല് പുറത്തുനിന്ന് ആരും വന്ന് അടിക്കാൻ സുഖമാണ്. അതുകൊണ്ട് ആ കണക്ഷൻ ഇൻവേർട്ടറിൽ കൊടുക്കുക. പിന്നെ അതിലേക്കൊരു സെപ്പറേറ്റ് ന്യൂട്രൽ വേണം. ബെല്ലിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ബെല്ലിൻ്റെ സ്വിച്ചിൻ്റെ മേലെ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അതുകൊണ്ട് ഒരു ന്യൂട്രൽ വേണം. പിന്നെ ഇതിലൂടെ തന്നെയാണ് നമ്മൾ പുറത്തേക്കുള്ള ലൈൻ ഇട്ടത്, അതുകൊണ്ട് അതിനുള്ളൊരു വയറും പോകണം, പുറമേക്കുള്ള ലൈറ്റിലേക്കുള്ള. ഈ സ്വിച്ച് ബോർഡിലാണ് ഹീറ്ററിൻ്റെ 2 വേ കൊടുത്തത്. ഹീറ്ററിന് നമ്മൾ 2.5 വയറാണ് വലിച്ചത്. അപ്പോൾ 2 വേക്കും 2.5 വയറിൻ്റെ 2 വയർ ഇതിലേക്ക് പോകണം. 2.5ൻ്റെ ഹീറ്ററിലേക്ക് നമ്മളൊരു ബ്ലാക്കും ഒരു റെഡും ആണ് വലിച്ചിട്ടുണ്ടാവുക. ഡി ബിന്നും വന്ന റെഡ് നേരെ ഈ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കുക. അത് ഫേസ് വയർ. ന്യൂട്രൽ നേരെ സ്വിച്ച് ബോർഡിൽ ഇറങ്ങേണ്ട നേരെ ഈ ഹീറ്ററിൻ്റെ പ്ലഗിലേക്ക് കൊടുക്കുക. ഹീറ്ററിൻ്റെ പ്ലഗിൽ കൊടുക്കേണ്ട ഫേസ് വയർ ഈ സ്വിച്ച് ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് വയർ വലിക്കേണ്ടത്. പിന്നെ ഒരു എർത്ത് കണക്ഷൻ ഉണ്ടാവും. ആ എർത്ത് കണക്ഷനും ഈ പ്ലഗിലേക്ക് അടിച്ച് വെക്കുക. .5 വയറിൻ്റെ 2 വയർ ഈ സ്വിച്ച് ബോർഡ് തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1² mm വയർ കൂടെ വലിച്ചു വെക്കണം. കാരണം ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ 2 സ്വിച്ച് ബോർഡിലും ന്യൂട്രൽ ഇറക്കി വെക്കണം. ഇൻഡിക്കേറ്റർ കത്തണമെങ്കിൽ ന്യൂട്രൽ വേണം, അതുകൊണ്ട് രണ്ടിലും ന്യൂട്രൽ ഇറക്കി വെക്കണം. ഡി ബിയിൽ നിന്നും ഓരോ 1.5 വയർ ഇടുന്ന കൂട്ടത്തിൽ തന്നെ 2 വിധത്തിൽ ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കാം. ഒരു റൂം മൊത്തമായിട്ട് ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡി ബിയിലാണ് അതുപോലെ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഇൻവെർട്ടർ കണക്ഷൻ 2 രീതിയിൽ കൊടുക്കാം. ഒരു സ്വിച്ച് ബോർഡ് മൊത്തത്തിൽ ഇൻവെർട്ടർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് മാത്രം, ഒരു ലൈറ്റ്, ഒരു ഫാൻ ആണെങ്കിൽ അങ്ങനെ, ഒരു ലൈറ്റ്, ഒരു പ്ലഗോ നോക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾ മൊത്തത്തിലാണ് ഇൻവെർട്ടർ ലൈൻ കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു ഗ്രീന് വയർ മാത്രം വലിച്ചാൽ മതി. അല്ല സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ ഒരു യെല്ലോ വയർ, അത് ഒരു ഇൻവെർട്ടർ ലൈന് ഓരോ സ്വിച്ച് ബോർഡിലേക്കും ഡി ബിയിൽ നിന്നും വലിക്കണം. പിന്നെ ഡി ബിയിൽ നിന്നും ഇൻവെർട്ടറിൻ്റെ പ്ലഗ് പോയിൻറ്റിലേക്ക് 3 വയറാണ് വലിക്കേണ്ടത്. ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു യെല്ലോ. ആ 2.5 വയർ ഇടുന്നതാണ് ഉത്തമം. പിന്നെ ഒരു എർത്ത് കണക്ഷനും വലിച്ചു വെക്കണം. ഇനി മാസ്റ്റർ കൺട്രോളിങ് സാധാരണ ഉപയോഗിക്കുന്നത്, നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഈ ഒരു ബെഡ്റൂമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ബെഡ്റൂമിലും പുറത്ത് ഏതെങ്കിലും ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ടാവും. ആ മാസ്റ്റർ കൺട്രോളിങ്ങിൽ പുറമത്തെ മൊത്തം ലൈറ്റ് 1, 2, 3 ഈ 4 ലൈറ്റും, ഇനി സിറ്റ് ഔട്ടിലുള്ള ലൈറ്റാണ് അത്, അങ്ങനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ലൈറ്റാണോ ആ ലൈറ്റൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു മാസ്റ്റർ കൺട്രോളിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസ്റ്റർ വയർ വേണം. അതും ഡി ബിന്നും ഏതൊക്കെ സ്വിച്ച് ബോർഡിലാണോ മാസ്റ്ററിൽ വർക്ക് ചെയ്യേണ്ട സ്വിച്ച് ഉള്ളത് അതിലേക്കൊക്കെ ഒരു വയർ വലിക്കുക. അതൊരു 1.5 വയർ വലിച്ചാൽ മതി. ഇത് ലിങ്ക് ചെയ്ത് വലിച്ചാൽ മതി. ഇതിൽ വലിച്ച വയർ തന്നെ എടുത്തിട്ട് ഇതിലേക്കും ലിങ്ക് ചെയ്താൽ മതി. ഈ കിച്ചണിൽ പുറത്ത് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കിച്ചണിലേക്കും ഒരു വയർ വലിക്കണം. ഹോളിലേക്കും റൂമിലേക്കൊന്ന് ഒരു വയർ റൂമിലേക്കും വലിക്കണം. ഇനി മാസ്റ്റർ സ്വിച്ച് വെക്കുന്ന സ്വിച്ച് ബോർഡിൽ നിന്നും ഒരു വയർ, മാസ്റ്റർ സ്വിച്ച് ഇതിലാണ് കൊടുക്കുന്നത്, അപ്പോൾ ഇതിലേക്ക് ഒരു വയർ വലിച്ചേക്കണം. പിന്നെ മാസ്റ്റർ സ്വിച്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഫേസും വലിക്കണം. നമ്മൾ സാധാരണ സ്വിച്ച് ബോർഡിലേക്ക് ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, ഒരു എർത്താണ് വലിച്ചത്. മാസ്റ്റർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫേസും കൂടെ സെപ്പറേറ്റ് വലിച്ചു വെക്കണം. ന്യൂട്രൽ വേണ്ട, ഒരു ഫേസ് മാത്രം മതി. പിന്നെ പുറത്തേക്കുള്ള വയർ വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തേക്ക് ഇടുന്ന പൈപ്പ് എപ്പോഴും വാട്ടർ PVC ഇടണം. വെള്ളം കയറിയിട്ട് പിന്നീട് ട്രിപ്പ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് വയർ വലിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം.
ഇനി മീറ്റർ ബോർഡിൻ്റെ അടുത്തായിട്ടാണ് ഒരു എർത്ത് അടിക്കണം. നമുക്ക് എർത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എർത്തിൻ്റെ കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ തറമേൽ നിന്നും 1 മീറ്റർ വിട്ടിട്ട് വേണം എർത്ത് അടിക്കാൻ. എർത്ത് 10 mm കോപ്പർ ഇട്ടിട്ടാണ് എർത്ത് ചെയ്യേണ്ടത്. 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ 2 എർത്ത് അടിക്കണം. ഈ 2 എർത്ത് തമ്മിൽ 5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. സ്വിച്ച് ബോർഡിൽ നിന്ന് ഓരോ ലൈറ്റിലേക്ക് വയർ വലിക്കുമ്പോൾ സെപ്പറേറ്റ് വയറാണ് വലിക്കുന്നത് ഓരോ ലൈറ്റിലേക്കും. ന്യൂട്രൽ 1 വലിച്ചാൽ മതി. ഈ ലൈറ്റിലേക്ക് വലിച്ച ന്യൂട്രൽ തന്നെ ജോയിൻ്റ് ചെയ്ത് ഈ ഫാനിലേക്ക് ഇട്ടാൽ മതി. ഈ ഒരു ലൈറ്റിലേക്കും ആ ന്യൂട്രൽ തന്നെ ഇട്ടാൽ മതി. സെപ്പറേറ്റ് ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു വയറിങ് ചെയ്യുമ്പോൾ വയർ വലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായി എങ്ങനെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യാം, DB സെറ്റ് ചെയ്യാം, മാസ്റ്ററിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്, ഇൻവെർട്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഈ വീഡിയോ ആണ്. അത് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയതുകൊണ്ട് അടുത്ത വീഡിയോയിലാണ് അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.